പരിപാടി സംഘടിപ്പിച്ചത്. ഈ ഒരു റിപ്പോർട്ടിലേക്ക് തിരികെ വരാൻ ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മാധ്യമങ്ങളെ കാണുന്നു. തത്സമയ ദൃശ്യങ്ങളിലേക്ക്. സംസ്ഥാനത്തെ നിയമപ്രകാരം ബോഡി ബിൽഡിങ്ങിന് സ്പോർട്സ് കോട്ട നിയമനത്തിന് അർഹമായ കായിക ഇനമായി ഇതുവരെ അംഗീകരിച്ചിട്ടില്ല. പോലീസ് നിയമനത്തിന് വേണ്ടി വേണ്ട കായികശേഷി പരീക്ഷ പോലും ഇവർക്ക് വേണ്ടി ഒഴിവാക്കി കൊടുത്തു. ഫുട്ബോൾ താരങ്ങൾ പോലും, അംഗീകൃത ഇനമായ ഫുട്ബോൾ താരങ്ങൾ പോലും ജോലി കിട്ടാതെ നിൽക്കുമ്പോഴാണ് ഇവർക്ക് ഈ ജോലി കൊടുത്തിരിക്കുന്നത്. ഒളിമ്പ്യനും അർജുന അവാർഡ് ജേതാവുമായ ശ്രീശങ്കറിനെ പരിഗണിക്കണമെന്നുള്ള DGPയുടെ ശുപാർശ പോലും തള്ളിക്കൊണ്ടാണ് ഈ കാറ്റഗറിയിൽപ്പെടാത്ത, ഒരു കാരണവശാലും നിയമനം കിട്ടാൻ പാടില്ലാത്ത പാർട്ടിക്കാർക്ക് കൊടുത്തിരിക്കുന്നത്. അർഹരായ ഉദ്യോഗസ്ഥരുടെ കണ്ണീരിൽ ചവിട്ടിയാണ് ഈ നിയമനം നടത്തിയിരിക്കുന്നത്. ഇതിനെ രാഷ്ട്രീയമായും നിയമപരമായും ഈ നീക്കത്തെ ഞങ്ങൾ നേരിടും. ഇത് CPM ബന്ധുക്കൾക്ക് സർക്കാർ ജോലി തരപ്പെടുത്തി കൊടുക്കാനുള്ള സംവിധാനം അല്ല. ഇത് CPM പാർട്ടി താല്പര്യമുള്ളവർക്ക് ജോലി കൊടുത്തുകൊണ്ട് ബാക്കിയുള്ളവർക്ക് നീതി നിഷേധിക്കുന്ന ഇതിനെ ഞങ്ങൾ അതിശക്തിയായിട്ട് എതിർക്കുക തന്നെ ചെയ്യും. പിന്നെ ബ്രൂവറി പ്രശ്നത്തിൽ ഞങ്ങൾ ഉന്നയിച്ച കാതലായ ഒരു ചോദ്യത്തിനും മന്ത്രി ഉത്തരം പറഞ്ഞിട്ടില്ല. മന്ത്രി പറഞ്ഞത് മുഴുവൻ പച്ചക്കള്ളമായിരുന്നു എന്ന് വളരെ വ്യക്തമാണ്. എന്താണ് അദ്ദേഹം പറഞ്ഞത്? അദ്ദേഹം പറഞ്ഞത് 2023 നവംബർ 30 ഒയാസിസ് കമ്പനി സർക്കാരിന് ഒരു അപേക്ഷ നൽകി. ആ അപേക്ഷയുടെ അടിസ്ഥാനത്തിലാണ് ഇതെല്ലാം ചെയ്തത്. പക്ഷേ 2023 ജൂൺ 16 തന്നെ ഇവർ വാട്ടർ അതോറിറ്റിക്ക് സർക്കാരിൻ്റെ ഇൻവിറ്റേഷൻ ഞങ്ങൾക്കുണ്ട്, ക്ഷണമുണ്ട് എന്ന് പറഞ്ഞാണ് വാട്ടർ അതോറിറ്റിക്ക് ഇവർ കത്ത് കൊടുത്തത്. 2022 തന്നെ ഇവർ സ്ഥലം അവിടെ വാങ്ങിച്ചു. ഇവർ സ്ഥലം വാങ്ങിച്ചതിന് ശേഷം അവരുമായി ധാരണ ഉണ്ടാക്കിയതിന് ശേഷമാണ് യഥാർത്ഥത്തിൽ മദ്യനയം തന്നെ മാറ്റിയത്. ഇവർക്ക് വേണ്ടി മദ്യനിർമ്മാണശാല തുടങ്ങാൻ പറ്റും. നിങ്ങൾ ആ ഡേറ്റ് നോക്കിയാൽ മനസ്സിലാവും. മദ്യനയം മാറിയിരിക്കുന്നത് അവർ എലപ്പുള്ളിയിൽ സ്ഥലം മേടിച്ചതിന് ശേഷമാണ്. അതിനു മുമ്പ് മദ്യനയം മാറുന്നതിന് മുമ്പ് തന്നെ അവർക്ക് ക്ഷണം കൊടുത്തിട്ടുണ്ട് ഇവിടെ വന്ന് മദ്യനിർമ്മാണശാല തുടങ്ങാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഞങ്ങൾ ചോദിച്ചല്ലോ, ഈ മദ്യനിർമ്മാണശാല തുടങ്ങാൻ പോകുന്നത് കേരളത്തിലെ ഒരു ഡിസ്റ്റിലറി അറിഞ്ഞില്ല, പാലക്കാട് ജില്ലയിലെ ഒരു ഡിസ്റ്റിലറി അറിഞ്ഞില്ല, മധ്യപ്രദേശിൽ പ്രവർത്തിക്കുന്ന, പഞ്ചാബിൽ പ്രവർത്തിക്കുന്ന ഈ കമ്പനി മാത്രം അറിഞ്ഞു. അവർ കൊണ്ടുവന്ന് എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർക്ക് അപേക്ഷ കൊടുത്തു എന്നാണ് പറയുന്നത്. അപേക്ഷ അല്ലായിരുന്നു, സർക്കാരിൻ്റെ ഇൻവിറ്റേഷൻ ആയിരുന്നു വന്നത് തുടങ്ങാൻ എന്ന് അവർ വാട്ടർ അതോറിറ്റിക്ക് കൊടുത്ത കത്ത് ഞാൻ കഴിഞ്ഞ ദിവസം പ്രസിദ്ധീകരിച്ചതിൽ പറഞ്ഞു. പിന്നെ ഒരു പച്ചക്കള്ളം കൂടി പറഞ്ഞു. കേന്ദ്ര ഗവൺമെൻറ്റും IOC അംഗീകരിച്ച ലിസ്റ്റിൽപ്പെട്ടവരാണ് ഇവർ, അതുകൊണ്ടാണ് ഇവർക്ക് ഈ അംഗീകാരം കൊടുത്തത് എന്ന് പറഞ്ഞു. യഥാർത്ഥത്തിൽ IOCക്ക് ടെൻഡറിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ടാണ് വാട്ടർ അതോറിറ്റിയുടെ കത്ത് മേടിച്ചത്. അപ്പം തന്നെ സർക്കാരിൻ്റെ ക്ഷണം ഉണ്ടെന്ന് പറഞ്ഞത്. എന്നിട്ടാണ് പിന്നെ IOC ഇവരെ അംഗീകരിച്ചത്. അപ്പോൾ വാട്ടർ അതോറിറ്റിയുടെ കത്ത് മേടിക്കുമ്പോൾ IOCയുടെ അംഗീകാരമില്ല. അതായത് ഇവർ വന്ന് മദ്യനിർമ്മാണശാല ഇവിടെ തുടങ്ങാൻ ആ കമ്പനിക്ക് ക്ഷണം കൊടുക്കുമ്പോൾ IOCയോ കേന്ദ്ര ഗവൺമെൻറ്റോ ഈ കമ്പനിയെ അംഗീകരിച്ചിട്ടില്ല. കേരളത്തിലെ വാട്ടർ അതോറിറ്റിയുടെ കത്ത് കൂടി മേടിച്ചിട്ടാണ് ഇത് കൊടുക്കുന്നത്. വാട്ടർ അതോറിറ്റിക്ക് കൊടുത്ത കത്ത് പാവപ്പെട്ടവൻ വല്ല കണക്ഷൻ കൊടുക്കാൻ വേണ്ടി കൊടുത്ത 1.5 കൊല്ലം അവിടെ വയ്ക്കും. ഇത് അന്ന് തന്നെ കൊടുക്കാൻ അനുമതി. ഇവരുടെ അപേക്ഷയിൽ എത്ര MLD വെള്ളം വേണമെന്ന് പോലുമില്ല, എത്ര റിക്വയർമെൻറ്റ്, എത്ര ലിറ്റർ വെള്ളം വേണം എന്ന് പോലും അപേക്ഷയിൽ കൊടുക്കാത്ത അപേക്ഷയ്ക്ക് ആവശ്യമായ വെള്ളം കൊടുക്കാം എന്ന് പറഞ്ഞുകൊണ്ട് അന്ന് തന്നെ ഇവർക്ക് അനുമതി കൊടുക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ എല്ലാ സീക്വൻസും നമുക്ക് എല്ലാവർക്കും അറിയാം. ഇതെല്ലാം മന്ത്രി പടുത്തുയർത്തിയത് നുണയുടെ ചീട്ടുകൊട്ടാരമാണ്. അത് ഓരോന്നായി തകർന്നു വീണ് ഇവരെ പ്രത്യേകമായി ക്ഷണിച്ചു കൊണ്ടുവന്ന ഇവരുമായിട്ടുള്ള ഡീലാണ് യഥാർത്ഥത്തിൽ ഈ ബ്രൂവറി ആയിട്ട് നടന്നിരിക്കുന്നത്. നമ്മളതൊരു പൊളിറ്റിക്കൽ ജാഥയായിട്ടല്ല നടത്തിയത്. ഞങ്ങൾ കഴിഞ്ഞ 3.5 വർഷക്കാലം കേരളത്തിൻ്റെ നിയമസഭയിൽ ഏറ്റവും കൂടുതൽ കൊണ്ടുവന്നിരിക്കുന്നത് മലയോരത്തെ ജനങ്ങളുടെ പ്രശ്നങ്ങളും തീരപ്രദേശത്തെ ജനങ്ങളുടെ പ്രശ്നങ്ങളാണ്. കാരണം വല്ലാത്ത പൊസിഷനിലാണ് ഈ 2 മേഖലയിലും. അപ്പം നിരന്തരമായി ഞങ്ങൾ 6 അടിയന്തര പ്രമേയങ്ങൾ ഞങ്ങൾ നിയമസഭയിൽ മലയോരത്തെ വിഷയങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട്. നിരവധി ശ്രദ്ധ ക്ഷണിക്കൽ പ്രമേയങ്ങൾ, സബ്മിഷനുകൾ
പ്രസംഗങ്ങൾ, ഒരു തീരുമാനവും ഉണ്ടായിട്ടില്ല. നിങ്ങൾക്കറിയാലോ, നിസ്സംഗമായ മറുപടിയാണ്. 4 കൊല്ലമായിട്ട് ഒരു പ്രതിരോധ സംവിധാനത്തിന് 1 രൂപ പോലും സർക്കാർ ചെലവഴിച്ചിട്ടില്ല. അപ്പോൾ മാത്രമല്ല, വന്യജീവി ആക്രമണങ്ങൾ വർദ്ധിച്ചു വരുന്നു. ഞങ്ങളെ ഞെട്ടിച്ചത് ഗവർണറെ കൊണ്ട് എഴുതി വെപ്പിച്ചേക്കാണ് വന്യജീവി ആക്രമണം കുറഞ്ഞു വരികയാണെന്ന്. കേരളത്തിൽ 60,000-ത്തിലധികം വന്യജീവി ആക്രമണങ്ങളാണ് നടന്നത്. 1000-ത്തിലധികം പേര് മരിച്ചു കഴിഞ്ഞു. 8,000-ത്തിലധികം പേർ പരിക്കുപറ്റി കിടക്കുന്നു. കോടിക്കണക്കിന് രൂപയുടെ കൃഷിനാശം. പിന്നെ ഈ ഇടുക്കിയിൽ പല സ്ഥലങ്ങളിലും പല ജില്ലകളിലും രൂക്ഷമായ ഭൂമി പ്രശ്നങ്ങൾ. ഇടുക്കിയിലൊക്കെ ഏലത്തോട്ടം ഇതുവരെ റവന്യൂ ഭൂമിയായിരുന്നത് വനഭൂമിയാക്കാൻ പോവാണ്. 2,15,000 ഏക്കർ സ്ഥലം മനുഷ്യരും കൊണ്ട് വീണ്ടും വനം നോട്ടിഫൈ ചെയ്യാണ്. മനുഷ്യർ ജീവിക്കണ്ടേ? ജീവിക്കാൻ പറ്റാത്ത സാഹചര്യം, ഭീതി, ഇൻസെക്യൂരിറ്റി എല്ലാം. അതുകൊണ്ട് ഒന്നുകൂടി അത് കേരളത്തിൻ്റെ ഫോക്കസിൽ ആ വിഷയം കൊണ്ടുവരികയും അത് പരിഹരിക്കാനുള്ള നടപടികൾ. ഇപ്പോൾ നിർദ്ദിഷ്ട വന നിയമം പിൻവലിക്കണമെന്നായിരുന്നു ഒന്നാമത്തെ ഡിമാൻഡ്. ഞങ്ങൾ ജാഥ പ്രഖ്യാപിച്ച് ഒരാഴ്ചയ്ക്കുള്ളിൽ ആ വന നിയമം പിൻവലിച്ചുകൊണ്ടുപോയി. അത് ആദ്യത്തെ വിജയമാണ് ജാഥയുടെ. ഇനി ഈ കാര്യങ്ങൾ നടപ്പിലാക്കിയെടുക്കുന്നതിന് വേണ്ടി പാർലമെൻറ്റിലും അസംബ്ലിയിലും പുറത്തും ഞങ്ങൾ പോരാടുക തന്നെ ചെയ്യും. ആ ജനങ്ങളുമായി ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചു. എന്ന് അവർ പറഞ്ഞില്ല. അവരങ്ങനെ പറഞ്ഞില്ല. ഞാൻ ആ ഇൻ്റർവ്യൂ കണ്ടാണ്. അവർ കേരളത്തിൽ നിന്നുള്ള എല്ലാ എംപിമാരും 18 UDF എംപിമാരും വന്യജീവി നിയമത്തിന് ആവശ്യമായ ഭേദഗതി വരുത്തണം എന്നാവശ്യപ്പെടും. അത് ഞങ്ങളുടെ യോഗത്തിൽ പബ്ലിക് മീറ്റിങ്ങിൽ വന്ന് മലയോര സമര യാത്രയിൽ പങ്കെടുത്തുകൊണ്ട് പ്രിയങ്ക ഗാന്ധി പറഞ്ഞിട്ടുണ്ട്. അതിലെന്താ തെറ്റെന്താ? അല്ല, ഞാൻ ചോദിക്കട്ടെ, അതൊക്കെ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ, എല്ലാ കാര്യവും പറഞ്ഞല്ലോ. കേന്ദ്ര സഹായം വേണമെന്ന് പറഞ്ഞു. കേരളത്തിൽ നിന്ന് 1 രൂപ ചെലവാക്കിയ ഇവിടെ ഉണ്ടല്ലോ ഒരു ബഡ്ജറ്റും, ഇവിടെ ഉണ്ടല്ലോ ഒരു പ്ലാനും. നമ്മൾ മതിൽ കെട്ടും, ഫെൻസിങ് ഉണ്ടാക്കും, കിടങ്ങ് കുഴിക്കും, സേഫ് ഗാർഡ് ഉണ്ടാക്കും, സൗരോർജ്ജ വേലി ഉണ്ടാക്കും. കഴിഞ്ഞ 4 വർഷം ഒറ്റ പൈസ 1 രൂപ ഈ ഗവൺമെൻറ് മുടക്കിയിട്ടുണ്ടോ? എൻ്റെ ബജറ്റിൽ വെച്ച തുക, എൻ്റെ പ്ലാൻ ഫണ്ടിൽ വെച്ച തുകയൊക്കെ. എന്നിട്ടല്ലേ കേന്ദ്രത്തിൽ നിന്ന് കാശ് കിട്ടുന്നത്? കേന്ദ്രത്തിൽ നിന്ന് പൈസ കിട്ടണ പിന്നെയല്ലേ? കേന്ദ്രത്തിൽ നിന്നും പൈസ വേണം. ഇവിടെ ചിലവഴിച്ചിട്ടില്ലല്ലോ, ഇവിടെ തിരിഞ്ഞു നോക്കിയിട്ടില്ല. അതുപോലെ 2016 വരെ ഈ ഏലത്തോട്ടങ്ങൾ റവന്യൂ ഭൂമിയാണെന്നും അവിടുത്തെ മരങ്ങൾ വനത്തിൻ്റെയാണ് എന്നായിരുന്നു തീരുമാനിച്ചത്. ഡ്യുവൽ കൺട്രോൾ. ഇപ്പോൾ ഗവൺമെൻറ് എന്താ ചെയ്തത്? റവന്യൂ വകുപ്പ് പറഞ്ഞു അത് മുഴുവൻ വനഭൂമിയാണെന്ന്. ഏലത്തോട്ടെ വനം വകുപ്പും പറഞ്ഞു അത് വനഭൂമിയാണ്. ഇപ്പോൾ സുപ്രീം കോടതിയിൽ നിന്ന് സ്റ്റേ വന്നു. അവിടെ ഒരു നിർമ്മാണ പ്രവർത്തനവും പറ്റില്ല, ഒന്നും ചെയ്യാൻ പറ്റില്ല. അതിനിപ്പോൾ വനഭൂമിയായി പ്രഖ്യാപിച്ചാൽ അവിടെയുള്ളവരെ എവിടെ പോകും? അപ്പോൾ ഗവൺമെൻറ്റിൻ്റെ നിലപാടുകളാണ് ഇക്കാര്യത്തിൽ. തീർച്ചയായിട്ടും പറയില്ല. അതിൻ്റെ ഒരു ഭാഗമാണല്ലോ. ഇപ്പം തന്നെ ചീഫ് വൈൽഡ് ലൈഫ് വാർഡന് വെടിവെക്കാൻ ഉത്തരവ് കൊടുക്കാമല്ലോ. 1. 2, അത് താഴേക്ക് ഡെലിഗേറ്റ് ചെയ്യാനുള്ള പവേഴ്സ് ഈ നിയമത്തിൽ തന്നെ ഉണ്ടല്ലോ. അതുപോലെ തമിഴ്നാട്ടിൽ ചെയ്യുന്നത് പോലും കേരളത്തിൽ ചെയ്യുന്നില്ലല്ലോ. തമിഴ്നാട്ടിൽ പറഞ്ഞിട്ടുണ്ടല്ലോ ഇതിലേക്ക് വെടിവെക്കാൻ. മനുഷ്യന് സെൽഫ് ഡിഫെൻസ് വേണ്ടേ? നിങ്ങൾ പാർലമെന്റിലെ റെക്കോർഡ് എടുത്ത് നോക്കിക്കോ. നിരവധി പ്രാവശ്യം ഈ മിനിങ്ങാന്ന് കൂടി ഈ വന്യജീവി ആക്രമണം സംബന്ധിച്ച വിഷയം ആന്റോ ആന്റണി പാർലമെന്റിൽ ഉയർത്തിയിട്ടുണ്ട്. ഈ കഴിഞ്ഞ ദിവസം കൂടി കേരളത്തിൽ നിന്നുള്ള എംപിമാർ അത് ഇവിടെ നിന്നിട്ട് ആരും അറിയാണ്ടാണ്, കേൾക്കാഞ്ഞിട്ടാണ്. ഞാനിനി ഉദാഹരണം പറഞ്ഞുതരാം. കൊട്ടിയൂർ 2 സിസ്റ്റേഴ്സ് വന്നു. വനാതിർത്തിയിൽ നിന്ന് 15 കിലോമീറ്റർ അകലെയാണ് സ്കൂള് മുഴുവൻ വന്യമൃഗങ്ങളാണ്. ഇല്ലിത്തോടിൽ സ്കൂൾ പൂട്ടാൻ പോകാമെന്ന് പറഞ്ഞു. സ്കൂള് കഴിയുമ്പോൾ പിള്ളേർ വന്ന് പുറത്തിറങ്ങി നിൽക്കുക വീട്ടിൽ പോകാൻ വേണ്ടിയിട്ട്. വൈകുന്നേരം 4 മണിക്ക് റോഡിൻ്റെ അപ്പുറത്ത് ആനയാണ്, കാട്ടാനയാണ്. അതൊന്നും വനാതിർത്തിയിലല്ല, വനാതിർത്തി കടന്നും ഇങ്ങോട്ട് വരികയാണ്. വനാതിർത്തിക്കകത്ത് ആദിവാസികൾ ജീവിക്കുന്നില്ലേ? അവർക്ക് നിയമപരമായി അതിനകത്ത് ജീവിക്കാൻ അവകാശമുണ്ടല്ലോ. വനാതിർത്തിക്കകത്താണോ ഈ ആക്രമണം നടന്ന് ഈ കടുവ കടിച്ചു വന്നത്? എവിടെയാണ് കടുവ?
കാപ്പിക്കുരു പറിക്കാൻ പോയത്. കാപ്പിക്കുരു പറിക്കാൻ വനത്തിലല്ലല്ലോ പോയത്, പ്ലാന്റേഷനിലല്ലേ കാപ്പിക്കുരു പറിക്കാൻ പോയത് അല്ലേ? ആളുകളെ ചവിട്ടിക്കൊന്നത്. വീടിൻ്റെ ഉമ്മറത്ത് പത്രം വായിച്ചുകൊണ്ടിരിക്കുന്ന ആളെയല്ലേ കാട്ടുപോത്ത് കുത്തിക്കൊന്ന്. കാട്ടുപോത്ത് കുത്തിക്കൊന്നതേ വീടിൻ്റെ വരാന്തയിൽ പത്രം വായിച്ചുകൊണ്ടിരിക്കുന്ന ആളല്ലേ. ഈ മന്ത്രി ഏത് കണക്ക് കണ്ടിട്ടാണ് ഇതൊക്കെ പറയുന്നത്? വനത്തിൽ നടന്ന 1-2 സംഭവം ഉണ്ടായിട്ട് ഇപ്പം നിലമ്പൂരിൽ നടന്നത് വനത്തിനകത്താണ്. അത് ഇത് മുഴുവൻ നിയമം ലംഘിച്ച് നടത്തിയിരിക്കുന്നതാണ് കംപ്ലീറ്റ് ആയിട്ട്. കാരണം പോലീസിലെ സായുധ സേനാ വിഭാഗത്തിലെ ഇൻസ്പെക്ടർ റാങ്കിലേക്ക് കായിക താരങ്ങളെ നേരിട്ട് നിയമിക്കുന്ന ഗവൺമെൻറ് ഓർഡർ ഉണ്ട്, അത് ലംഘിച്ചു. 2, ബോഡി ബിൽഡിംഗ് സ്പോർട്സ് കോട്ട നിയമനത്തിന് അർഹമായ കായിക ഇനമായി ഇതുവരെ അംഗീകരിച്ചിട്ടില്ല. അംഗീകരിക്കപ്പെട്ട ഇനങ്ങളിലെ ആളുകൾ നിൽക്കുകയാണ്, നാഷണലൊക്കെ കളിച്ച ആളുകൾ. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മാധ്യമങ്ങളോട് സംസാരിക്കുകയാണ്. പ്രതിപക്ഷത്തിന്റെ ചോദ്യങ്ങൾക്ക് സർക്കാരിന് മറുപടിയില്ല. ഒയാസിസ് വന്നതടക്കമുള്ള കാര്യങ്ങൾ പറയുന്നു. ഒയാസിസ് വന്നത് സർക്കാരിന്റെ ക്ഷണപ്രകാരമാണ്. ഒറ്റ ദിവസം കൊണ്ടാണ് വെള്ളം നൽകാനുള്ള അനുമതിയിൽ ഒപ്പിട്ടത് എന്നതടക്കമുള്ള കാര്യങ്ങൾ പറയുന്നു. അതോടൊപ്പം തന്നെ ഇടുക്കിയിലെ ജനങ്ങൾ അനുഭവിക്കുന്നത് വലിയ ദുരന്തമാണ്. ജനങ്ങൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് UDF ജനങ്ങൾക്കൊപ്പം നിൽക്കും എന്നതടക്കമുള്ള കാര്യങ്ങൾ പറയുന്നു. വനമേഖലയിലുള്ള വന്യമൃഗങ്ങൾ നാട്ടിലേക്ക് എത്തുന്ന സാഹചര്യമാണ് ഉള്ളത് എന്നതും വി ഡി സതീശൻ വ്യക്തമാക്കുന്നു. ഇനിയൊരു ഇടവേളയാണ്. കേരള വിഷൻ ന്യൂസിന്റെ തത്സമയ വാർത്തകൾ നിങ്ങൾക്ക് ഇതോടൊപ്പം ഞങ്ങളുടെ യൂട്യൂബ് അടക്കമുള്ള സാമൂഹ്യ മാധ്യമങ്ങളിലും തത്സമയം കാണാം. ബോബി ചെമ്മനൂർ ഇന്റർനാഷണൽ ജുവലേഴ്സിന്റെ